നമ്പർ കാണുമ്പോ ഇല്ലേ ഒരു ഇത് വേണം, ഒരു ഗുമ്മു വേണം. അങ്ങനെ നോക്കിയെടുത്ത നമ്പർ ആയിരുന്നു അന്നത്തതും. അതെടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു കേസുണ്ട്, അതിരിതർക്കം. എൻ്റെ കേസ് നമ്പറാണത്. ആ കേസ് നമ്പർ വെച്ച് ഇയാൾ ടിക്കറ്റ് എടുത്ത് വക്കാലത്തൊപ്പിടുന്ന ലോട്ടറി അടിച്ച്, വക്കാലത്തൊപ്പിടണല്ലേ ആ സമയത്ത് എനിക്ക് ലോട്ടറി അടിച്ച്. ഞാൻ അവിടെ ഒപ്പിടണം, അവിടെ ലോട്ടറി അടിച്ച് ഇവിടെ വന്നപ്പോൾ സംഗതി അത് കറക്റ്റാ. അന്ന് വന്നപ്പോഴും ഈ ഓട്ടോയിലായിരുന്നു, അപ്പൊ വീണ്ടും അതേ ഓട്ടോയിൽ തന്നെ നമ്മൾ കാണാം അല്ലേ? നമ്മൾ പഠിച്ച തൊഴിലിതാണ്. അപ്പൊ എനിക്ക് വേറെ ഇതും പഠിക്കാനൊന്നും സമയമില്ല, ഇനി 60 വയസ്സായി. അപ്പൊ ഇത് തന്നെ അങ്ങോട്ട് തുടർന്ന് പോവാം. 5.5 കോടി കയ്യിലെത്തിയിട്ടും ജയപാലന്റെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നുമില്ല. ആർഭാടം വേണ്ടെന്ന് വെച്ച ജീവിതം പഴയതുപോലെ ഓട്ടോയിൽ തന്നെ. മാറ്റമൊന്നുമില്ല. പഴയ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് ഇപ്പൊ നടക്കണ. നേരത്തെ പാൻറ്റൊക്കെ ഇടുമായിരുന്നു, ഇപ്പൊ പാൻറ് ഇടാറില്ല. അങ്ങനെ കുറച്ചും കൂടി ആഡംബരമായി ജീവിതം മാറ്റുന്ന ആളുകളെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ചേട്ടൻ അതിൽ നിന്ന് വ്യത്യസ്തനാണ്. ഇങ്ങനെ തന്നെ തുടരാമെന്ന് നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ ഒരു പ്ലാനിങ്ങിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ദാരിദ്ര്യം എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ പെട്ടെന്ന് അഹങ്കാരം കാണിക്കാൻ പാടില്ല. ഇതിനൊക്കെ ഒരു സമയമുണ്ട്. നമ്മളൊന്ന് എന്തെങ്കിലും ഈ പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജീവിക്കാനുള്ള മാർഗം ആദ്യം കണ്ടെത്തണം. കിട്ടിയ തുക ബാങ്കിൽ നിക്ഷേപിച്ച് കൃത്യമായ കണക്കുകൂട്ടലോടെയാണ് ജയപാലന്റെ നീക്കം. കോടികൾ തോന്നും പോലെ ചിലവാക്കി കടക്കണിയിലായി പോയ ഭാഗ്യവാന്മാരോട് ഈ ഭാഗ്യശാലിക്ക് പറയാനുള്ളത് ഇതാണ്. ഈ ടാക്സിന്റെ അങ്ങാടും ഇങ്ങാടും ഒക്കെ കൊടുക്ക വാങ്ങൽ അറിഞ്ഞതിന് ശേഷം നമുക്ക് പൈസ ചെലവാക്കാം. ആദ്യം കേരള സർക്കാരിന് അടച്ചതിന് ശേഷം 5 മാസത്തിനകം 1,45,00,000 കേന്ദ്ര സർക്കാരിന് ഇറക്കി. ബമ്പർ അടിച്ചപ്പോൾ 100 കണക്കിന് ആളുകൾ സഹായം ചോദിച്ച് വീട്ടിലെത്തി. ഇപ്പോഴും ആളുകൾ എത്തുന്നുണ്ട്. സഹായിക്കാതിരുന്നപ്പോൾ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലരും ശത്രുക്കളായി മാറി. വധഭീഷണി പോലും വന്നെന്ന് ജയപാലൻ പറയുന്നു. വധഭീഷണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. ഈ ഇൻട്രസ്റ്റും നേരെ അങ്ങാട് അതൊന്നും ഇപ്പോൾ കയ്യിലേക്ക് വരുന്നില്ല. ഇപ്പം എല്ലാം ശത്രുക്കളായി. സ്വന്തക്കാരും ബന്ധുക്കാരും നാട്ടുകാരും കൂട്ടുകാരൊക്കെ എല്ലാം ശത്രുക്കളായി. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടല്ല. നമ്മളോട്ട് ആർക്കും കൊടുക്കാനുള്ള പൈസ ഇല്ല എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞില്ല, ആകെ 590 ഞാൻ എൻ്റെ സ്ഥലം വാങ്ങിച്ച് കെട്ടുമേടിച്ച് എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് എന്തെങ്കിലും 10 രൂപ കാശ് കിട്ടുമ്പോഴല്ലേ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്തവണത്തെ 25 കോടിയുടെ ഭാഗ്യശാലി ആരെന്ന് കാത്തിരിക്കുമ്പോൾ അവർക്കുള്ള ഉപദേശവും ഇവിടെ റെഡിയാണ്. ആദ്യം ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തുക. അതിൽ കുറച്ച് പേർക്കൊക്കെ ആദ്യമേ തന്നെ സുഖമില്ലാത്തവരെയൊക്കെ ഒന്ന് സഹായിക്കണം. പിന്നെ ഈ ഫണ്ട് 2 കൊല്ലത്തേക്കില്ലേ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ബാങ്കിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നറിയണം, നമ്മൾ എത്ര ടാക്സ് അടക്കണം ഇതൊക്കെ അറിയണം. 2 കൊല്ലം പിടിക്കും. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് നമ്മൾ ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തണം. അപ്പോൾ നമ്മുടെ ഫണ്ടുണ്ടല്ലോ, ഫണ്ട് കളയാണ്ട് ഇങ്ങനെ നിന്നിട്ട് അത് ചെയ്യുക. അപ്പോൾ ഒരു സ്ഥലം വന്നു, അപ്പോൾ അത് സ്ഥലം മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ലോട്ടറി അടിച്ചാലല്ലേ പൈസ കൂടുതൽ പറയും. അപ്പോൾ അവിടുത്തെ ഇതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് അവിടുത്തെ അന്തരീക്ഷമൊക്കെ പൈസ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അങ്ങനെ സ്ഥലം വാങ്ങിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. കിട്ടിയ കോടികൾ ദൂർത്തടിക്കേണ്ടെന്ന തീരുമാനത്തിനൊപ്പം മക്കളും ഭാര്യയും ഉണ്ടായിരുന്നുവെന്നും ജയപാലൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ബിനു പാവമ്പയ്ക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.